എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ റഷ്യൻ മെഡോവിക് ഹണി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മെത്തേഡിലും ഈ ഒരു മെഷർമെൻറ്റിലും ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹണി കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാം. റഷ്യൻ മെഡോവിക് ഹണി കേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ട്രെൻഡിങ്ങിൽ വരുന്ന കേക്കാണ്. അതിൻ്റെ ഉണ്ടാക്കുന്ന മെത്തേഡും വ്യത്യസ്തമാണ്, പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക, 1 കപ്പ് ബ്രൗൺ ഷുഗർ, അൺസാൾട്ടഡ് ബട്ടർ 100 ഗ്രാം എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുക. ഇത് എല്ലാം കൂടി ഒന്ന് മെൽറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും ബട്ടർ. അതുകൊണ്ട് കുറച്ച് ചൂടായി കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ പുറത്തേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ബട്ടർ ആ ചൂടിനൊന്ന് അലിഞ്ഞ് കിട്ടിക്കോളും. നന്നായി ഇപ്പോൾ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ മിക്സിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് വീഡിയോ കട്ടായിപ്പോയി. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒരു നിര പോലെ അതിൽ കാണും. അതങ്ങനെ തന്നെ ഉണ്ടാവും. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ആ ഒരു ഫെർമെൻറ്റേഷൻ ആവുന്നതാണ്. ഇനി ഇതിലേക്ക് 3.5 കപ്പ് മൈദ ചേർക്കണം. അപ്പോൾ ബാച്ച് വൈസ് ആയിട്ട് ചേർക്കുക, ഒരുമിച്ച് ചേർക്കാൻ പാടില്ല. ഓരോരോ തവിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക, വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് വരും. 3.5 കപ്പാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ആ മാവാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് മാവ് കുഴയ്ക്കാനും പരത്താനും ഉള്ള ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം കേട്ടോ. ചൂടാറാനൊന്നും നിൽക്കണ്ട. അപ്പം തന്നെ പൊടിയിട്ടിട്ട് അപ്പം തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് തണുത്തോളും. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ജോലി ചെയ്യാം. ഒന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. എന്നിട്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ചില കമ്പനി ചില സമയത്ത് 3 കപ്പ് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടാറുണ്ട്. ചില കേസിൽ 3.5 കപ്പ്. അപ്പം നിങ്ങളുടെ മാവിൻ്റെ ഇത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി. ഒരേ അളവിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ 9 പാട്ടായിട്ട് ഇതിനെ മുറിച്ചെടുത്തിട്ട് അതിനെ ഉരുട്ടി വെക്കുക. ഉരുട്ടി വെച്ചതിന് ശേഷം മുകളിൽ ക്ലിംഗ് ടാപ്പ് കൊണ്ട് നല്ലവണ്ണം ഒന്ന് കവർ ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. ഇനി നമുക്ക് ഓരോ ബോളായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ പൊടി വിതറി പരത്താൻ പാടില്ല, അതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ ആദ്യം ബേക്കിംഗ് പേപ്പറിലാണ് ഞാൻ പരത്തി നോക്കിയത്. അപ്പോൾ അത് സ്റ്റിക്കി ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ ബേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പേപ്പർ അതിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ സിലിക്കോൺ മാറ്റിൽ ഞാൻ പരത്തിയെടുത്തു. ഓരോ ബേസും നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് കറക്റ്റ് ഒരളവിന് വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ ടിന്ന് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു. ഇങ്ങനെ കറക്റ്റ് അളവ് കിട്ടിയതിന് ശേഷം ബേക്കിംഗ് പേപ്പർ അതിൻ്റെ മേലെ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് തിരിച്ചിടുമ്പോൾ സിലിക്കോൺ മാറ്റിന്ന് കറക്റ്റായിട്ട് അത് ഇളക്കിയിട്ട് ബേക്കിംഗ് ഷീറ്റിലേക്ക് മാറിക്കോളും. എൻ്റെ ഓവനിൽ അറ്റ് എ ടൈം 3 ബേസ് ഒന്നിച്ച് ബേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ 3ഉം പരത്തിയിട്ട് ട്രേയിലേക്ക് വെച്ച് കൊടുത്തു. ഇത് നമ്മൾ മാക്രോണും ബിസ്ക്യൂട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ട്രേ ഇല്ലേ, അതിൻ്റെ അകത്താണ് നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. അധികം പൊങ്ങാതിരിക്കാൻ ഓരോ ബേസും ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇതിൻ്റെ ബേക്കിംഗ് ടൈം മാക്സിമം 5 മിനിറ്റ്സേ പാടുള്ളൂ. എന്നാലേ നമുക്കത് ആ സ്പോഞ്ച് ടൈപ്പ് ബേസായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ടൈപ്പ് ആയി പോകും. അപ്പോൾ അവസാനത്തെ ഒരു ബേസ് നമ്മൾ 8 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ട് ബിസ്ക്കറ്റ് ടൈപ്പായിട്ട് ബേക്ക് ചെയ്തെടുക്കണം. അത് അവസാനം കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാം. ആദ്യം ഒരു ബൗളിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വേറൊരു ബൗളിൽ നമ്മൾ ഒരു 200 ഗ്രാം ചീസ് ക്രീമും 1/2 കപ്പ് പൗഡർഡ് ഷുഗറും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വെക്കണം. റഷ്യൻ മെഡോവിക് ഹണി കേക്കിൽ സാർ ക്രീമാണ് ചേർക്കുന്നത്. അപ്പോൾ സാർ ക്രീം നമുക്ക് ഹോം മെയ്ഡ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അത് പ്രോസസ്ഡ് അല്ലാത്തതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ കാരണം ഞാൻ ചീസ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ചീസ് ക്രീമിൻ്റെയും സാർ ക്രീമിൻ്റെ ടേസ്റ്റ് ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് സിമിലറായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിൽ ബ്രഷ് ചെയ്യാനുള്ള സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് 3 ടീസ്പൂൺ ഹണിയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 9 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓരോ ലെയറായിട്ട് കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ബേസ് വെച്ച് കൊടുക്കുമ്പോൾ അത് തിരിച്ചിട്ടാണ് വെക്കേണ്ടത്. അടിഭാഗം മേലെ വരുന്ന മാതിരിയാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നാലേ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സിറപ്പ് ശരിക്കും അതിലേക്ക് ഇറങ്ങി ചെല്ലുള്ളൂ. ടോപ്പ് ഭാഗം കേക്കിൻ്റെ ടോപ്പിലൊക്കെ ഉള്ള പോലെ ഒരു കോട്ടിങ് വരുന്നതുകൊണ്ട് വെള്ളം താഴോട്ട് ഇറങ്ങിപ്പോയില്ല.
കേക്കിൻ്റെയൊക്കെ നമ്മൾ ടോപ്പ് ഭാഗം നമ്മൾ ചെത്തിക്കളയാറുണ്ട്. അപ്പോൾ ഇതിനതങ്ങനെ പറ്റില്ലല്ലോ, അപ്പോൾ തിന്നായിട്ടുള്ള ബേസ് കാരണം. അപ്പോൾ തിരിച്ചിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഓരോ ബേസിലും നമ്മൾ ക്രീം ചീസിൻ്റെയും വിപ്പിംഗ് ക്രീമിൻ്റെയും ഫില്ലിങ് കൊടുക്കുക. മറ്റേ സാധാരണ കേക്കുകൾ ചെയ്യുന്ന പോലെ കൂടുതൽ നമ്മൾ ഫില്ലിങ് ഇതിന് കൊടുക്കാറില്ല. ചെറിയ ലെയറാണ്, എന്ന് വെച്ചാൽ കേക്കും ചെറുതാണ്, കേക്കിൻ്റെ ബേസും ചെറുത്, അപ്പോൾ ക്രീമും ചെറിയ ലെയറായിട്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെ അവസാനം വരെ ഓരോ ലെയർ തീരുന്നത് വരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് 8 ലെയറാണ് ഇതിന് വരുന്നത്. ഈ അളവിൽ 9 ലെയർ വരുന്നുണ്ട്. ഒരു ലെയർ നമ്മൾ അവസാനം ഡെക്കറേഷന് വേണ്ടിയിട്ട് കൂടുതൽ ബേക്ക് ചെയ്തിട്ട് ബിസ്ക്കറ്റ് മോഡലിൽ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ബാക്കി 8 ലെയർ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഐസിങ് ചെയ്യേണ്ടത്. എല്ലാ ലെയറും വെച്ചതിന് ശേഷം നമ്മൾക്ക് ക്രീം കൊണ്ട് കേക്കിനെ ഫുള്ള് കവർ ചെയ്തെടുക്കാം. മറ്റ് കേക്കിനെ പോലെ കംപ്ലീറ്റ് ആയിട്ട് കൂടുതൽ ക്രീം വെച്ചിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ടുള്ള ഒരു കോട്ടിംഗാണ് ഇതിന് കൊടുക്കുന്നത്. കൂടുതൽ ക്രീം ഇട്ടാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് മാറി പോകും. ഒന്നാമതേ ഇത് ഹെവിയാണ്, ചീസ് ക്രീം മിക്സിങ് ആയതുകൊണ്ട്. അപ്പോൾ ലൈറ്റായിട്ടുള്ള കോട്ടിംഗാണ് നമുക്ക് കേക്കിന് കൊടുക്കേണ്ടത്. കേക്ക് ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് മിനിമം 6 ഹവേഴ്സെങ്കിലും നമ്മൾ കേക്ക് റെഫ്രിജറേറ്റ് ചെയ്യണം. ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ട് ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാനിതിൻ്റെ ഡെക്കറേഷൻ ചെയ്തതാണ്. കേക്കിൻ്റെ ടോപ്പിംഗ് നമ്മൾ ആ പൗഡർ ഫുള്ള് കൊടുക്കുന്നത് ആദ്യം നമ്മളൊരു ബേസ് മാറ്റി വെച്ചിട്ടില്ലേ, അത് മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു അരിപ്പ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ പൊടി വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ബോർഡിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് സ്ക്രാപ്പർ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പൊക്കി കൊടുക്കുമ്പോൾ സൈഡ് വൈസിലും നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും പൗഡർ എത്തിക്കോളും. ഇത് ഹണി കേക്ക് ആയതുകൊണ്ട് ഹണി ബീസും ഞാൻ ഒരു 3 ഫോണ്ടനിൽ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഹൈവിൻ്റെ ഒരു ഇമേജ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റിൽ അതും ഉണ്ടാക്കിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒരു ടോപ്പറും വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ റഷ്യൻ മെഡോ വിത്ത് ഹണി കേക്ക്. അപ്പോൾ ഇതേ അളവിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും പെർഫെക്റ്റായിട്ട് റഷ്യൻ മെഡോ വിത്ത് ഹണി കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.